ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 3rd ചാപ്റ്ററായ സുഭാഷിതരസം പീത്വാ ജീവനം സഫലം കുരു എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ആണ്. നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമുക്ക് നോക്കാം. പാഠസ്യ ആധാരേണ അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി ഏകപദേന ലിഖത. പാഠത്തെ ബേസ് ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി 1 വേർഡിൽ ആൻസർ എഴുതുക. ഗീതാനി കെ ഗായന്തി. ഗീതങ്ങൾ ആരാണ് പാടുന്നത്? ദേവാഹ, ദേവന്മാര്. കഹ ബലം നവേത്തി. ആരാണ് ബലമറിയാത്തത്? നിർബലഹ, നിർബലൻ. കഹ വസന്തസ്യ ഗുണം വേത്തി. ആരാണ് വസന്തത്തിന്റെ ഗുണമറിയുന്നത്? കുയില്, പികഹ. മൂഷകഹ കസ്യ ബലം നവേത്തി. എലി ആരുടെ ബലമാണ് അറിയാത്തത്? സിംഹത്തിൻ്റെ, സിംഹസ്യ. ബലോദ്ഗമൈഹി കേ നമ്രാഹ ഭവന്തി. ഫ്രൂട്ട്സിൻ്റെ വെയിറ്റാൽ ആരാണ് ബെൻഡാകുന്നത്? മരം, തരവഹ. കേന സമം സഖ്യം ന കരണീയം. ആരോടൊപ്പമാണ് സൗഹൃദം പാടില്ലാത്തത്, കൂട്ടുകൂടാൻ പാടില്ലാത്തത്? മോശം ആൾക്കാരോടൊപ്പം, അതായത് ദുർജനേന്. കേന വിന ദൈവം നാ സിദ്ധ്യതി. എന്തില്ലാണ്ടാണ് ലക്ക് കിട്ടാത്തത്? ഹാർഡ് വർക്ക് ഇല്ലാണ്ട്. പുരുഷകാരേണ. അടുത്ത ചോദ്യം നോക്കാം. പാഠസ്യ ആധാരേണ അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി പൂർണ്ണവാക്യേന ലിഖത. പാഠത്തെ ബേസ് ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. തരവഹ കഥാ നമ്രാഹ ഭവന്തി. മരം എപ്പോഴാണ് ബെൻഡാകുന്നത്? തരവഹ ഫലോദ്ഗമൈഹി നമ്രാഹ ഭവന്തി. മരം ഫ്രൂട്ട്സിൻ്റെ വെയിറ്റാലാണ് ബെൻഡാകുന്നത്. സമൃദ്ധിഭിഹി കെ അനുദ്ധതാഹ ഭവന്തി. ഏറെ കാശുണ്ടായിട്ടും ആരാണ് പൊളൈറ്റായിട്ട് ഇരിക്കുക? സമൃദ്ധിഭിഹി സജ്ജനാഹ അനുദ്ധതാഹ ഭവന്തി. ഏറെ പൈസ ഉണ്ടായാലും സജ്ജനരാണ് പൊളൈറ്റായിട്ട് ഇരിക്കുക. സത്പുരുഷാണാം സ്വഭാവഃ കീദൃശ ഭവതി. നല്ല ഗുണങ്ങളുള്ള ആൾക്കാരുടെ സ്വഭാവം എപ്രകാരമാണുള്ളത്? സത്പുരുഷാഹ സ്വഭാവഃ പരോപകാരിണഃ ഭവന്തി. നല്ല ആൾക്കാരുടെ സ്വഭാവം, സജ്ജനരുടെ സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതാണ്. സത്യം കഥാ സത്യം ന ഭവതി. സത്യം എപ്പോഴാണ് സത്യമല്ലാത്തത്? യത് ഛലം അഭ്യുപൈതി തത് ന സത്യം. വഞ്ചന നിറഞ്ഞതാകുമ്പോഴാണ് അത് സത്യമല്ലാത്തത്, സത്യം സത്യമല്ലാത്തത്. ദൈവം കഥാ ന സിദ്ധ്യതി. ലക്ക് എപ്പോഴാണ് കിട്ടാതെ പോവുക? ദൈവം പുരുഷകാരേണ വിന ന സിദ്ധ്യതി. ലക്ക് ഹാർഡ് വർക്ക് ഇല്ലാണ്ടാണ് കിട്ടാതെ പോവുക. അടുത്ത ചോദ്യം നോക്കാം. സ്തംഭയോഹോ മേലനം കുരുത്ത്. അതായത് ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ് ചെയ്യേണ്ടത്. ഉക്തിഹി ഭാവാർത്ഥഃ. ഉക്തി തന്നിട്ടുണ്ട്, ഭാവാർത്ഥവും തന്നിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ളത് മാച്ച് ചെയ്ത് എഴുതുക. ഗായന്തി ദേവാഹ കില ഗീതകാനി ഭാരതഭൂമേഹി മഹാത്മ്യവർണ്ണനം. ഗുണി ഗുണം വേത്തി സജ്ജനഃ ഏവ ഗുണാനാം മർമ്മജ്ഞഃ. ഭവന്തി നമ്രാഹ തരവഃ ബലോദ്ഗമൈഃ. സത്പുരുഷാണാം സ്വാഭാവികി നമ്രത. യഥാ ചതുർഭിः കനകം പരീക്ഷത്തെ സുവർണം ചതുർഭിः പ്രകാരൈः പരീക്ഷത്തെ. അഷ്ടൗ ഗുണാः പുരുഷം ദീപയന്തി. പ്രജ്ഞാ ദമഃ ദാനം കൃതജ്ഞത ഇത്യാദയः. ദുർജനേന സമം സഖ്യം ന കാരയേത്. ദുഷ്ടസംഘ ഉഷ്ണ അംഗാരസദൃശഃ. ഏകേന ചക്രേണ ന രഥസ്യ ഗതിഃ. കേവലം ദൈവം പ്രയത്നം വിനാ അസിദ്ധം. അടുത്ത ചോദ്യം നോക്കാം. അധഃ പ്രദത്ത മഞ്ജുഷാതക പദാനി ചിത്വാ റിക്തസ്ഥാനാനി പൂരയത്. താഴെ തന്നിരിക്കുന്ന ബോക്സിൽ പദങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് കണ്ടെത്തി ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്കാം. ഗുണി ഡാഷ് വേത്തി ന വേത്തി നിർഗുണഃ. ഗുണവാന്മാർക്ക് ഡാഷ് അറിയാം, അറിയാത്തത് ഗുണമില്ലാത്തവർക്കാണ്. അപ്പോൾ എന്തറിയാമെന്നാണ് അവിടെ വരേണ്ടത്? ഗുണം.
ഭവന്തി നമ്രാഹ തരവഹ ഡാഷ്. അതായത് മരങ്ങൾ ബെൻഡാകുന്നു. എന്താലാണ് ബെൻഡാകുന്നത്? ഫലോദ്ഗമൈഹി, ഫ്രൂട്ട്സിൻ്റെ വെയിറ്റാൽ. പുരുഷഃ പരീക്ഷത്തെ കുലേന ഡാഷ് ഗുണേന കർമ്മണ. മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നു. എന്താൽ? കുലത്താൽ, ഗുണത്താൽ, കർമ്മത്താൽ. ഒരു എണ്ണം കൂടി ഇല്ലേ? അതെന്താണ്? സ്വഭാവത്താൽ, ശീലേന. ഗുണാഃ പുരുഷം ദീപയന്തി പ്രജ്ഞാകൗല്യം ദമഃ ശ്രുതം ദാനം പരാക്രമഃ. ഗുണമുള്ള മനുഷ്യർ തിളങ്ങി നിൽക്കുന്നത് എന്തൊക്കെയാണ് കാരണം? എക്സ്ട്രാ ഓർഡിനറി ഇൻ്റലിജൻസ്, കുലമഹിമ, സെൽഫ് കൺട്രോള്, കേൾക്കുന്നത്, ദാനം ചെയ്യുന്നത്, അതേപോലെ വീര്യം, പരാക്രമം. ദാനം യഥാശക്തി ഡാഷ്. ദാനം കഴിവ് പോലെ, ഡാഷ് എന്താ വരിക? നന്ദിയും. കൃതജ്ഞതാച്ച്. ഏവം പുരുഷകാരേണ വിന ദൈവം ന ഡാഷ്. ഇതുപോലെ ഹാർഡ് വർക്ക് ഇല്ലാണ്ട് ലക്കില്ല. ലക്ക് എന്തില്ല? കിട്ടുകയില്ല. ന സിദ്ധ്യതി. അടുത്ത ചോദ്യം നോക്കാം. സമുചിതം വികല്പം ചിനുത്. ചൂസ് ദ കറക്റ്റ് ആൻസർ. നോക്കാം. ഗായന്തി ദേവാഃ കില ഗീതകാനി ഇത്യസ്യ ശ്ലോകസ്യ മുഖ്യ വിഷയഃ കഃ. ഈ ശ്ലോകത്തിൻ്റെ പ്രധാന വിഷയം എന്താണ്? ഭാരതഭൂമിഹി ഗൗരവം, ഭാരതഭൂമിയുടെ പ്രൗഢി. ഗുണേ ഗുണം വേത്തി ഇത്യത്ര കഃ ഗുണം ന ജാനാതി. ഇവിടെ ആരാണ് ഗുണം അറിയാത്തത്? നിർഗുണഃ, ഗുണമില്ലാത്തവർ. പികോ വസന്തസ്യ ഗുണം ന വായസഃ ഇത്യസ്യ താത്പര്യം കിം. അതായത് കുയില് വസന്തത്തിൻ്റെ ഗുണം അറിയുന്നു, കാക്ക അറിയുന്നില്ല എന്നാണ് ഇതുകൊണ്ട് അർത്ഥാക്കണേ. അപ്പം ഏതാണ് കറക്റ്റായിട്ട് വരിക? പികഃ മധുരം ഗായതി ന വായസഃ. കുയിൽ മധുരമായി പാടുന്നു, കാക്കയല്ല. അതായത് കുയിൽ മധുരമായി പാടുന്നു, കാക്ക പാടുന്നില്ല. ഓക്കെ. ഭവന്തി നമ്രാഹ തരവഹ ഫലോദ്ഗമൈഹി. അതായത് മരം ഫ്രൂട്ട്സിൻ്റെ വെയിറ്റാൽ ബെൻഡാകുന്നു. ഇത്യസ്യ അർത്ഥഃ കഃ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഫലയുക്താഃ വൃക്ഷാഃ നമ്രാഹ ഭവന്തി. ഫലങ്ങളാൽ യുക്തമായ മരം ബെൻഡാകുന്നു. അതായത് ഫ്രൂട്ട്സ് ഉള്ള മരം ബെൻഡാകുന്നു. നമുക്ക് അടുത്ത നോക്കാം. നാസാ സഭ യത്ര നാസന്തി വൃദ്ധാഃ. അത് സഭയല്ല, എവിടെയാണോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇല്ലാത്തത്. ഇത്യത്ര സഭായാഃ മഹത്വം കിം. ഇവിടെ സഭയുടെ മഹത്വം എന്താണ്? ആട്ടെ, എന്താണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക? ധർമ്മോപദേശായ ജ്ഞാനവൃദ്ധാഃ ജനാഃ ആവശ്യകാഃ. ധർമ്മോപദേശത്തിനായി അറിവുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അനിവാര്യമാണ്. ദുർജനേന സഹ സഖ്യം കിമർത്ഥം ന കാര്യം. ചീത്ത ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട് എന്തുകൊണ്ടാണ് പുലർത്താൻ പാടില്ലാത്തത്? എന്തുകൊണ്ട് പുലർത്തിക്കൂടാ? എന്താണ് കറക്റ്റായിട്ട് വരിക? സഹ ഉഷ്ണാങ്കാരവത് ഹാനികരഃ ഭവതി. അത് ചൂട് കനൽ പോലെ ഹാനികരമാണ്, ഹാംഫുൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.